അങ്ങേക്ക് എങ്ങനെ ഇങ്ങനെ സാധിക്കണു പരീക്ഷത്തെ? പരീക്ഷത്തിന്റെ ഒരു ശബ്ദ കേട്ടോളൂന്ന അത് പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി അത് ദശമസ്കന്ധാക്കി മാറ്റി. പരീക്ഷത്തിന്റെ ആ അഭ്യർത്ഥന പോലും സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു മുത്തുമണികളായിട്ട് നിഴലിക്കും. അത്രയും ഭക്തിയും നിഷ്ഠയും കൃഷ്ണഭക്തിയിൽ അദ്ദേഹം കാട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കാനാണ്. ഇത് ദശമസ്കന്ധം എന്ന് വെച്ചാൽ മാധുര്യോഭിമധുരം, ഗുരുവായൂരപ്പൻ്റെ മുഖത്തിനോട് സമമായിട്ടാണ് ഈ ദശമസ്കന്ധം കാട്ടിത്തരിക. അങ്ങനെയുള്ള ദശമസ്കന്ധത്തിൽ നിറച്ചും ഗുരുവായൂരപ്പനാണ്. നമ്മളെ ബ്രഹ്മാനന്ദ സുഖാനുഭൂതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നിമിഷങ്ങളാണ് ദശമസ്കന്ധത്തിലെ ഓരോരോ അക്ഷരങ്ങളും. ദശമസ്കന്ധത്തെ വേണ്ടതുപോലെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ കൃഷ്ണതത്വം മനസ്സിൽ ഉറക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഈ പരീക്ഷത്ത് കൂടിയ ഒരു ഭാഗവാക്കാണ് എന്ന് ഭാഗവതം ഉറപ്പിക്കാൻ. കഥിതോ വംശവിസ്താരോ സോമസൂര്യോ ഭയവംശ്യാനാം ചരിതം പരമദ്ഭുതം. അനേകം വംശങ്ങളെ വർണ്ണിച്ചിട്ടും എനിക്ക് മതിയാവാണ്ടോ, കേട്ടിട്ട് മതിയായി എന്ന് തോന്നിയിട്ടോ ഇല്ല. കാരണം കൃഷ്ണകഥകളിലേക്കുള്ള എൻ്റെ ഈ ഒരു ശ്രദ്ധ അങ്ങ് കണ്ടില്ല എന്ന് നിരീക്കല്ലേ. ഏതൊരു ഭഗവാനാണോ പരമാത്മാവായി ആ ബ്രഹ്മസ്വരൂപമായ ഭഗവാൻ ഏതൊരു അവതാരത്തിലാണോ പരിപൂർണമായി അവതരിച്ചിട്ടുള്ളത് ആ കൃഷ്ണകഥകളെ എനിക്ക് പറയാം. ഏത് നിത്യദുഃഖങ്ങളെ കൊണ്ട്, സംസാരതാപങ്ങളെ കൊണ്ട് ദുഃഖിക്കുന്ന ഓരോ മനസ്സിനും പ്രണതജനമനോമന്തരോദ്ധാരൂർമ്മം, മനസ്സുകൾ ഒരു ഓരോ നിമിഷവും ഈ സംസാര സാഗരത്തിലേക്ക് മുങ്ങിത്താഴുമ്പോൾ അങ്ങനെയുള്ള 10,000 കോടിക്കണക്കിന് ആൾക്കാർക്ക് ആശ്രയമാകുന്ന ഏതൊരു കണ്ണന്റെ കഥയാണോ എനിക്ക് കേൾക്കേണ്ടതായിട്ടുള്ളത് ഒന്ന് പറഞ്ഞത് ഒരു നാഥ. ഇനി എൻ്റെ പൂർവികരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അങ്ങനെ എനിക്കൊരു ബന്ധമില്ലേ അങ്ങയോട്? എൻ്റെ പിതാമഹന്മാരെ ഏതൊരു യുദ്ധത്തിൽ പാണ്ഡവന്മാരും കൗരവന്മാരുമുള്ള ആ വലിയൊരു യുദ്ധസമുദ്രത്തിൽ പിതാമഹാവേ സമരേ മരഞ്ജയൈ ദേവപ്രദാത് അതിരഥൈസ്തിമിംഗിലൈ, അതിരഥന്മാരായ മഹാരഥന്മാരായ